എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള തേർഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജുകളിൽ ജൂലൈ 17 വൈകുന്നേരം 5 മണി വരെ അഡ്മിഷൻ നേടാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ കിട്ടിയുള്ള കോളേജ് കോഴ്സ് മതിയെന്നുള്ള വിദ്യാർത്ഥികൾക്ക് ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യുന്നതിനും വിദ്യാർത്ഥികൾക്ക് ജൂലൈ 17 വരെയാണ് അവസരമുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്ന് മുതൽ ജൂലൈ 17 വരെ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള കോളേജുകളിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ നിലവിൽ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പരിശോധിച്ചിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ പരിശോധിക്കുക. അപ്പോൾ admission.uc.ac.in/admission എന്നുള്ള പേജ് ഓപ്പൺ ചെയ്ത് FIUGP എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പേജിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഇതേപോലെ കാണാൻ സാധിക്കും. അതായത് തേർഡ് അലോട്ട്മെൻറ്റ് അതുപോലെ സ്റ്റുഡൻറ്റ് ലോഗിൻ എന്നിങ്ങനെ 2 ലിങ്കുകൾ കാണാൻ പറ്റും. ഏത് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് നേരെ ലോഗിൻ ചെയ്യാനുള്ള പേജ് വരും. അവിടെ നിങ്ങളുടെ ക്യാപ് ഐഡിയും സെക്യൂരിറ്റി കീയും കൊടുത്ത് ലോഗിൻ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്യാപ് ഐഡിയും സെക്യൂരിറ്റി കീയും അറിയില്ല എന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഫോർഗോട്ട് ലോഗിൻ ക്രെഡൻഷ്യൽസ് ക്ലിക്ക് ഹിയർ എന്നുള്ള ലിങ്ക് ഉണ്ട്. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് അവിടെ സെലക്ട് രജിസ്ട്രേഷൻ ടൈപ്പ് കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് ഇവിടെ FIUGP സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷൻ 2026 സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ്, മൊബൈൽ നമ്പർ എന്നിവ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത പേജിൽ സെൻഡ് OTP ഓപ്ഷൻ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന OTP ആ ഒരു പേജിൽ നൽകുക. എന്നിട്ട് സബ്മിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ക്യാപ് ഐഡിയും സെക്യൂരിറ്റി കീയും നിങ്ങൾക്ക് ഇമെയിൽ ആയിട്ട് അതുപോലെ SMS ആയിട്ടും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അയച്ചു തരുന്നതായിരിക്കും. ഇതിനുശേഷം നിങ്ങളുടെ ക്യാപ് ഐഡിയും സെക്യൂരിറ്റി കീയും കൊടുത്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ പേജിലേക്ക് പോകുന്നതാണ്. പ്രൊഫൈൽ പേജിൽ പോയി കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് കാണാൻ സാധിക്കുന്നത്, ഇപ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ പേജിൽ ഇതേപോലെ കുറേ ടാബുകൾ കാണാൻ പറ്റും. അതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് എന്നുള്ള ഒരു ടാബ് കാണാൻ പറ്റും. അതിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പരിശോധിക്കാവുന്നതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ആദ്യമായിട്ടാണ് കിട്ടുന്നതെങ്കിൽ കൺഗ്രാജുലേഷൻ, യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹയർ ഓപ്ഷനിലേക്ക് നേരത്തെയുള്ള അലോട്ട്മെൻറ്റ് കിട്ടിയ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികളാവും. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഹയർ ഓപ്ഷനിലേക്ക് മാറ്റം കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻ, യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് ഇൻ ഹയർ ഓപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ടാകും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് കോളേജിൽ ഏത് കോഴ്സിലാണ് എന്നുള്ള ഡീറ്റെയിൽസും അതിൽ തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ നിലവിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ് എന്നിവയിൽ അലോട്ട്മെൻറ്റ് കിട്ടിയ അഡ്മിഷൻ നേടിയവർക്ക് ഈ തേർഡ് അലോട്ട്മെൻറ്റിൽ ചേഞ്ച് വന്നിട്ടില്ലെങ്കിൽ നോ ചേഞ്ച് ഇൻ യുവർ അലോട്ട്മെൻറ്റ് എന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതുവരെയായിട്ട് ഫസ്റ്റിലും കിട്ടിയിട്ടില്ല, സെക്കൻഡിലും കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ തേർഡ് അലോട്ട്മെൻറ്റിലും കിട്ടിയിട്ടില്ല, അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്നുണ്ടാവും. അതുപോലെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ശേഷം കോളേജിൽ ജോയിൻ ചെയ്യാതെ ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിൽ പങ്കെടുത്തവരുണ്ടാവും. അങ്ങനെയുള്ളവർക്കും ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്നാണ് ഉണ്ടായിരിക്കുക. ഇനി ഇതിനുശേഷം നിങ്ങൾ ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത്, ഇതിനു മുമ്പ് നിങ്ങൾ മാൻഡേറ്ററി ഫീസ് അടച്ചിട്ടില്ല എങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് മാൻഡേറ്ററി ഫീസ് അടക്കാനുള്ള ലിങ്ക് നിങ്ങളുടെ പ്രൊഫൈലിൽ ഉണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് മാൻഡേറ്ററി ഫീ എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മാൻഡേറ്ററി ഫീസ് അടക്കാനുള്ള ലിങ്ക് പ്രൊഫൈലിൽ ഉണ്ടാവും. അപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് 610 രൂപയോ അല്ലെങ്കിൽ 155 രൂപയോ നിങ്ങൾക്ക് എത്രയാണ് ഫീസ് കാണിക്കുന്നത് ആ ഒരു ഫീസ് നിങ്ങൾക്ക് അടക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു ഫീസ് നിങ്ങൾക്ക് അടച്ച ശേഷം പിന്നീട് അത് നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ നെറ്റ് ബാങ്കോ UPI ഉപയോഗിച്ചൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ചലാൻ റെസിപ്റ്റ് എന്നുകൊണ്ട് നിങ്ങളുടെ പ്രൊഫൈൽ ഒരു ടാബ് കാണാം. അവിടെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് ആ ഒരു പേജിൽ നിന്ന് മാൻഡേറ്ററി ഫീ റെസിപ്റ്റ് എന്നുള്ള ലിങ്ക് വന്നിട്ടുണ്ടാകും. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ മാൻഡേറ്ററി ഫീസിൻ്റെ റെസിപ്റ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അവിടെ ഒരു ഫീസ് നേരത്തെ അടച്ചവർ, അതായത് ഒരു തവണ മാൻഡേറ്ററി ഫീസ് അടച്ചവർ വീണ്ടും അടക്കേണ്ട ആവശ്യമില്ല. ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ഓൾറെഡി നേരത്തെ അടച്ചിട്ടുണ്ടായിരുന്ന വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ പുതുതായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടി ഈ ഒരു ആദ്യമായിട്ട് ഫീസ് അടച്ചവർക്കും നിങ്ങളുടെ പ്രൊഫൈൽ പേജിൽ അലോട്ട്മെൻറ്റ് മെമ്മോ അല്ല അഡ്മിറ്റ് കാർഡ് എന്നുള്ളൊരു ടാബ് വന്നിട്ടുണ്ടാകും. അവിടെ ആ ഒരു ലിങ്കിൽ ആ ടാബിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഒരു 2-3 എക്സ്ട്രാ കോപ്പി എടുത്ത് വെക്കാൻ നോക്കുക. കാരണം പിന്നീട് വല്ല സ്കോളർഷിപ്പിനോ മറ്റോ ആവശ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അഡ്മിറ്റ് കാർഡിൻ്റെ ഒരു 2-3 കോപ്പി എടുത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ഹയർ ഓപ്ഷൻ ക്യാൻസലേഷൻ ചെയ്യേണ്ട വിദ്യാർത്ഥികളും, അതായത് ഇപ്പോൾ കിട്ടിയ ഓപ്ഷൻ മതി എന്നുള്ള വിദ്യാർത്ഥികളും, അതായത് ഇപ്പോൾ ഫസ്റ്റിലോ സെക്കൻഡിലോ തേർഡിലോ അങ്ങനെ ഏറ്റവും അവസാനമായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പോൾ ആ തേർഡ് അലോട്ട്മെൻറ്റ് ശേഷം നിങ്ങൾക്ക് കിട്ടിയ കോളേജ് കോഴ്സ് മതിയെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ ആ ഒരു വേണ്ടാത്ത ഹയർ ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് റിമൂവ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയെങ്കിൽ ആ ഒരു അൺലോക്ക് ഓർ എഡിറ്റ് ക്ലിക്ക് ചെയ്യാൻ ലിങ്ക് ഉണ്ട്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ സെക്യൂരിറ്റി കീ കൊടുത്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് സബ്മിറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സെക്യൂരിറ്റി കീ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ട് നേരെ ആ ഒരു പേജിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടാത്ത കോളേജ് കോഴ്സുകൾ ഏതൊക്കെയാണോ അതിനെ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാവുന്നതാണ്. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, അടുത്ത 4th അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു കാര്യം ചെയ്യേണ്ടതില്ല. ഹയർ ഓപ്ഷൻ റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല.
ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഹയർ ഓപ്ഷൻ റിമൂവ് ചെയ്യുന്നവർക്ക് പിന്നീട് ഓപ്ഷൻ നൽകാനുള്ള ഫെസിലിറ്റി ഉണ്ടാവത്തില്ല. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാൽ തന്നെ അടുത്ത ഫോർത്ത് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഹയർ ഓപ്ഷൻസ് നിലനിർത്താം. അതുപോലെ തന്നെ ഇപ്പോൾ കിട്ടിയ കോളേജ് കോഴ്സ് മതി എന്നുള്ളവർ ആണെങ്കിൽ മാത്രമേ ഹയർ ഓപ്ഷൻ റിമൂവ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഹയർ ഓപ്ഷൻസിൽ വല്ല എഴുത്തുകളും കാര്യങ്ങളും ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ ഡൗൺലോഡ് പ്രിൻ്റ് ഔട്ട് ക്ലിക്ക് ഹിയർ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇതിനായിട്ടുള്ളത്. ഇതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിലവിൽ നിങ്ങൾക്ക് ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഏതെങ്കിലും ഒരു കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടി അഡ്മിഷൻ നേടിയവർക്ക് ഒരു തേർഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു കോളേജ് കോഴ്സിലേക്ക് മാറ്റം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം കിട്ടിയ സീറ്റ് പോകുന്നതും പുതുതായിട്ട് കിട്ടിയ കോളേജിലേക്ക് ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരും. ഇനി അതേസമയം ഇവിടെ നോ ചേഞ്ച് ഇൻ യുവർ അലോട്ട്മെൻറ്റ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിലവിലെ കോളേജിൽ തന്നെ നിങ്ങൾക്ക് നിലവിൽ തുടരാവുന്നതാണ്. അങ്ങനെയുള്ളവർ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല. ഇനി നിങ്ങൾക്ക് ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികളാണെങ്കിൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കണം. അത് ഇന്ന് മുതൽ ജൂലൈ 17-ാം തീയതി വൈകുന്നേരം 5 മണി വരെ അഡ്മിഷൻ എടുക്കാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ ഹയർ ഓപ്ഷനിലേക്ക് ചേഞ്ച് ആയവർ, അതായത് കൺഗ്രാറ്റുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് ഇൻ ഹയർ ഓപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ടിട്ടുള്ള വിദ്യാർത്ഥികളും അങ്ങനെയുള്ളവർക്ക് ഹയർ ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഏത് കോളേജിലേക്കാണ് പുതുതായിട്ട് കിട്ടിയത് ആ ഒരു കോളേജിൽ പോയിട്ട് വിദ്യാർത്ഥികൾ ഫീസ് അടച്ച് നിങ്ങളുടെ അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ആദ്യത്തെ കോളേജാണ് അത് ആദ്യം നിങ്ങൾ അഡ്മിഷൻ നേടിയിട്ടുണ്ടായിരുന്ന കോളേജിൽ നിന്നും നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സും ഫീസും ഒക്കെ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് തിരിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു ഡോക്യുമെൻറ്റ്സും ഫീസും ഒക്കെ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് പുതുതായിട്ട് കിട്ടിയ കോളേജ് കോഴ്സിൽ നിങ്ങൾ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട പത്രക്കുറിപ്പ് നമുക്ക് നോക്കാം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പത്രക്കുറിപ്പ് നോക്കാം. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത് 2026-27 അധ്യയന വർഷത്തേക്കുള്ള ബിരുദ പ്രവേശനത്തിനോടനുബന്ധിച്ച് മൂന്നാമത്തെ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നതിനോടനുബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ മാൻഡേറ്ററി ഫീസ് അടച്ച് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്ത ശേഷം 17/7/2026 വൈകുന്നേരം 5 മണി വരെ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള, അതായത് ഇന്ന് മുതൽ ജൂലൈ 17-ാം തീയതി വൈകുന്നേരം 5 മണി വരെ കോളേജിൽ ഹാജരായി സ്ഥിര അഡ്മിഷൻ പെർമനൻറ്റ് അഡ്മിഷൻ നേടേണ്ടതാണ്. അല്ലാതെ പക്ഷം പ്രസ്തുത വിദ്യാർത്ഥികൾക്ക് ലഭിച്ചിരിക്കുന്ന അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും. പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ മാൻഡേറ്ററി ഫീസ് അടച്ച ശേഷമാണ് കോളേജുകളിൽ പ്രവേശനം എടുക്കേണ്ടത്. 1-2 അലോട്ട്മെൻറ്റ് ലഭിച്ച മാൻഡേറ്ററി ഫീസ് അടച്ച വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് മാറിയിട്ടുണ്ടെങ്കിൽ കൂടി വീണ്ടും ഫീസ് അടക്കേണ്ടതില്ല. പ്രവേശനത്തിന് ഹാജരാകുന്നതിന് മുമ്പ് കോളേജുമായി കോൺടാക്ട് ചെയ്യേണ്ടതും പ്രവേശനത്തിന് അവർ നിർദ്ദേശിക്കുന്ന സമയക്രമം പാലിക്കേണ്ടതുമാണ്. 2ാം അലോട്ട്മെൻറ്റിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾ 3ാം അലോട്ട്മെൻറ്റിൽ ഹയർ ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ 2ാം അലോട്ട്മെൻറ്റിൽ പ്രവേശനം നേടിയ കോളേജിൽ നിന്നും നിർബന്ധമായിട്ടും TC വാങ്ങേണ്ടതും 3ാം അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ അഡ്മിഷൻ നേടേണ്ടതുമാണ്. പ്രസ്തുത വിദ്യാർത്ഥികൾക്ക് മുഴുവൻ ഫീസുകളും റീഫണ്ട് ലഭിക്കാൻ അർഹതയുണ്ടായിരിക്കും. റീഫണ്ടുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ സർവകലാശാല വെബ്സൈറ്റ് സന്ദർശിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ലഭിച്ച ഓപ്ഷനിൽ തൃപ്തരായിട്ടുള്ള വിദ്യാർത്ഥികൾ ഹയർ ഓപ്ഷനുകൾക്ക് പരിഗണിക്കപ്പെടേണ്ടതില്ലെങ്കിൽ 17/7/2026 നിർബന്ധമായിട്ടും ഹയർ ഓപ്ഷനുകൾ റദ്ദ് ചെയ്യേണ്ടതാണ്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച ഓപ്ഷൻ മതി എന്നാണെങ്കിൽ അതിന് മുകളിലുള്ള മറ്റ് ഓപ്ഷൻസ് ഇല്ലെങ്കിൽ അതിന് മുകളിലുള്ള മറ്റ് ഓപ്ഷൻസ് വേണ്ട എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ ഹയർ ഓപ്ഷൻ പരിഗണിക്കേണ്ടതില്ലെങ്കിൽ ജൂലൈ 17-ാം തീയതിക്കുള്ളിലായിട്ട് നിർബന്ധമായിട്ടും ഹയർ ഓപ്ഷൻ റദ്ദ് ചെയ്യേണ്ടതാണ്. ഹയർ ഓപ്ഷനുകൾ നിലനിർത്തുന്ന പക്ഷം പ്രസ്തുത ഹയർ ഓപ്ഷനിലേക്ക് ഏതെങ്കിലും ഒന്നിലേക്ക് അടുത്ത അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ ആയത് നിർബന്ധമായിട്ടും സ്വീകരിക്കേണ്ടതും ഇതോടെ മുമ്പ് ലഭിച്ചിരുന്ന അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതായിരിക്കും. അത് ഒരു കാരണവശാലും പുനഃസ്ഥാപിച്ച് നൽകുന്നതുമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അലോട്ട്മെൻറ്റ് ലഭിച്ചവർക്കും അല്ലാതെയുള്ളവർക്കും അഡ്മിഷൻ, മാനേജ്മെൻറ്റ്, കമ്മ്യൂണിറ്റി, PWD, സ്പോർട്സ് തുടങ്ങിയ ലഭിച്ചവർക്കും മാൻഡേറ്ററി ഫീസ് അടക്കാനുള്ള സൗകര്യം സ്റ്റുഡൻറ്റ് ലോഗിൻ ലഭ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ കോളേജ് കോഴ്സ് മതി എന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഹയർ ഓപ്ഷൻസ് നിലനിർത്തുന്നവർക്ക് ഹയർ ഓപ്ഷൻസ് നിലനിർത്തി അടുത്ത 4th അലോട്ട്മെൻറ്റിൽ മറ്റൊരു കോളേജ് കോഴ്സിലേക്ക് മാറ്റം കിട്ടുമെങ്കിൽ അങ്ങനെ മാറാവുന്നതാണ്. നിലവിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചവർ അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജുകളിൽ ജോയിൻ ചെയ്യേണ്ടതാണ്. അത് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അഡ്മിഷൻ നേടാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച സീറ്റ് നഷ്ടപ്പെടും. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് നിങ്ങൾക്ക് പുറത്താവുകയും ചെയ്യുന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ചില സമയത്ത് അടുത്ത അലോട്ട്മെൻറ്റിലേക്ക് നിങ്ങൾക്ക് ഓപ്ഷൻ എടുക്കാനുള്ള സൗകര്യം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു സൗകര്യം ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.